കക്കിരി ചേർത്തിട്ടുള്ള ഒരു കൽത്തപ്പമാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. ഒരു കാസർഗോഡൻ കൽത്തപ്പമാണ്. നമ്മളെ കുക്കർ കൽത്തപ്പം, ആരെടുത്ത കൽത്തപ്പമായിട്ട് യാതൊരു ബന്ധവുമില്ല. കറിയൊക്കെ കൂട്ടിയാണ് ഇത് കഴിക്കാറുള്ളത്. കക്കിരിയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ വേറെന്നൊരു ഫ്ലേവറാണ്. അപ്പം നമുക്ക് നോക്കാം. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. കുതിർത്ത് കഴുകിയെടുത്ത ശേഷം വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയിട്ട് ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു മീഡിയം സൈസിലുള്ള കക്കരിയാണ് എടുത്തിട്ടുള്ളത്. വലിയ കക്കരിയാണെങ്കിൽ 1/4 ഭാഗം എടുത്താൽ മതി. കട്ട് ചെയ്തിട്ട് കപ്പിൽ എടുക്കുമ്പോൾ 1 കപ്പാണ് കേട്ടോ. പിന്നെ അത് 1/2 കപ്പ് ചിരകിയ തേങ്ങ, അതുപോലെ 1/4 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പാകത്തിനുള്ള ഉപ്പ്, അതുപോലെ അരക്കാൻ പാകത്തിന് 1/4 കപ്പ് വെള്ളമാണ്. 1 കപ്പും പിന്നെ 1/4 കപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പൊ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട, ഇത് പാകത്തിനുള്ള പരുവം തന്നെയാണ്. വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണോ 1-2 ടേബിൾ സ്പൂൺ മാത്രം ചേർത്താൽ മതി. ഇതിപ്പോ പാകത്തിനുണ്ട്, ഞാൻ ഇതിലോട്ട് ചേർക്കുന്നില്ല. ഇനി നമുക്കിത് ചുട്ടെടുക്കാനായിട്ട് ഒരു പാൻ ചൂടാകുമ്പോൾ എണ്ണ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണൊക്കെ മതിയാകും. അപ്പൊ ഈ ഒരളവിൽ നമുക്ക് 2 കൽത്തപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പൊ നേരെ പകുതി മാവാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് നമ്മളിനി മൂടി വെച്ചിട്ട് ഫ്ലെയിം കുറച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. കക്കിരി ചേർത്ത കൊണ്ട്, കുക്കമ്പർ ചേർത്ത കൊണ്ട് ചിലപ്പോൾ അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫ്ലെയിം കുറച്ചിട്ട് ഇതുപോലെ വേവിച്ചെടുത്താൽ മതി. ഒരു സൈഡ് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് മറ്റേ സൈഡും കൂടെ ഈ ഒരു കളറായി വരുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. ഒരു ചെറുതായിട്ട് ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയാൽ മതി. ഇതിപ്പോൾ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് മാറ്റാം. ഇനി കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. മുമ്പൊക്കെ കാസർഗോഡ് കൂടുതലും ഉരുളിയിൽ മുകൾ ഭാഗം കനലൊക്കെ ഇട്ടിട്ടാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതലാണ്. ഇനിയിപ്പോൾ നമുക്ക് അങ്ങനെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ എളുപ്പത്തിൽ ഇതുപോലെ ഫ്രൈ പാനിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കറിയൊക്കെ കൂട്ടിയാണ് കഴിക്കാറുള്ളത്. ഇനി കറിയില്ലെങ്കിലും കഴിക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ.